ഓക്കെ. ഇൻ ഹൈ പാസ് ഫിൽറ്റർ പേരിൽ തന്നെയുണ്ട്, ഹൈ ഫ്രീക്വൻസിനെ മാത്രം കടത്തിവിടുന്ന ഫിൽറ്റേഴ്സാണ് ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ അറ്റനുവേറ്റ് ലോ ഫ്രീക്വൻസി ഓർ ഇറ്റ് വിൽ ബി discarded low frequency and only allow to flow through the high frequency signal. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഹൈ പാസ് ഫിൽറ്റർ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഐഡിയൽ റെസ്പോൺസ് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഐഡിയൽ ഫിൽറ്റർ റെസ്പോൺസ്. ഓക്കെ. സോ ഒരു കട്ടിൻ ഫ്രീക്വൻസി കാണും. ആ കട്ടിൻ ഫ്രീക്വൻസിക്ക് ഇത് ഗെയിനാണ്, ഫ്രീക്വൻസിയാണ്. ഓക്കെ. ഇത് നമ്മൾ കണ്ടതാണ്, ഈ ഗ്രാഫ് ലോ പാസ് ഫിൽറ്ററിൽ കണ്ടതാണ്. ഇത് നേരെ തിരിഞ്ഞായിരുന്നു ലോ പാസ് ഫിൽറ്ററിൽ വരുന്നത്. ലോ പാസ് ഫിൽറ്ററിൽ എങ്ങനെയായിരുന്നു വരുന്നത്? ഇങ്ങനെയായിരുന്നു വരുന്നത്. ഹൈ ഫ്രീക്വൻസി കൂടുന്തോറും അതിൻ്റെ ഗെയിൻ കുറഞ്ഞു വരും. ഇത് ഐഡിയൽ ഫിൽറ്ററിലാണ്. ഒരു കട്ടിൻ ഫ്രീക്വൻസിക്ക് ശേഷം അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതായത് ഗെയിൻ എന്ന് പറയുന്നത് ഹൈ ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കും. ലെറ്റ് ഗെയിൻ എ ആണെങ്കിൽ ആ എ എന്ന് പറഞ്ഞ ഗെയിനിൽ തന്നെ നിൽക്കും. കട്ടിൻ ഫ്രീക്വൻസിക്ക് മുമ്പ് ഉള്ള ഫ്രീക്വൻസിനെ അത് കടത്തിവിടില്ല. നോട്ട് അലൗ ടു ഫ്ലോ ത്രൂ ദി സർക്യൂട്ട്. സോ നോൺ ഇൻവെർട്ടിംഗ് ഹൈ പാസ് ഫിൽറ്ററിൽ നത്തിങ് ബട്ട് HPF-ൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിൽറ്ററിങ് സർക്യൂട്ട് കാണും, ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ കാണും. അത്രയാണ് നമുക്കുണ്ടാവുക. അപ്പം ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യുന്ന, ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫിൽറ്ററിംഗ് സർക്യൂട്ട് കാണും. സോ ലെറ്റ് ദിസ് ഈസ് മൈനസ്, ദിസ് ഈസ് പ്ലസ് ആൻഡ് ദിസ് ഈസ് RF module. Output RF R1. Okay, then we need a high pass filtering. High pass filtering എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു So this is the filtering circuit. ഒരു ഫിൽറ്ററിംഗ് സർക്യൂട്ട് ഉണ്ടാവും, ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ടാവും. ഇത്രയാണ് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഹൈ പാസ് ഫിൽറ്റർ ആൻഡ് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ പോർഷൻ ആയിരിക്കും. നോൺ ഇൻവെർട്ടിംഗ് ആം. ഓക്കെ. ഇത് നമ്മൾ പഠിച്ചതാണ്, നോൺ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഇത്രയും സിഗ്നലാണ് ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ മാത്രം കടത്തിവിടാനുള്ളത്. ഇതൊരു ജസ്റ്റ് ആംപ്ലിഫിക്കേഷൻ സെഷൻ മാത്രമാണ്. ഓക്കെ. നമുക്കറിയാം ഇതിൻ്റെ ഇൻപുട്ടിൽ, ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിൽ വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് കൺസിഡർ ദിസ് ഈസ് VA എന്ന് പറഞ്ഞ സിഗ്നലാണെങ്കിൽ ആ VA സിഗ്നൽ മാത്രമാണ് ഇൻപുട്ടിൽ വരുള്ളൂ. ഇവിടെ ഒരു റെസിസ്റ്റർ ആണെങ്കിൽ എന്ത് പറ്റും? Vin × R ഡിവൈഡഡ് ബൈ R പ്ലസ് ദിസ് റെസിസ്റ്റർ എന്ന് വന്നേനെ. ഓക്കെ. ബട്ട് ഇവിടെ ഒരു കപ്പാസിറ്റർ ആയ കാരണം നമുക്കറിയാം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണുള്ളത്. സോ വട്ട് വിൽ ബി ദിസ് VA? സോ ദ VA ഈസ് നത്തിങ് ബട്ട് R ഡിവൈഡഡ് ബൈ R പ്ലസ് ദിസ് റിയാക്റ്റൻസ് ഓഫ് ദിസ് കപ്പാസിറ്റർ, ദറ്റ് ഈസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് JXC × V. സോ ദിസ് ഈസ് ദ VA. VAയിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഈ കപ്പാസിറ്ററിന് പകരം ഒരു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, അതിൻ്റെ റിയാക്റ്റൻസ് JXC ആണ്. വേർ JXC ഈസ് നത്തിങ് ബട്ട് 1/ωc, where omega is the angular frequency and C is the capacitance. So capacitive reactance is inversely proportional to the frequency. അപ്പം ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയും. അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇത് സീരീസ് സർക്യൂട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. സീരീസ് സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്ന കാരണം നമ്മൾ ഇൻപുട്ട് ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിയാക്റ്റൻസ് കുറയും. റിയാക്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിഗ്നൽ കൂടുതൽ ഇതിനകത്തായിട്ട് കപ്പിൾ ചെയ്യും. ഇൻപുട്ട് VA ഈ
സിഗ്നലിൻ്റെ വി എ എന്ന് പറയുന്നത് കൂടും. കാരണം എന്താ, ആ കറണ്ട് കൂടും. ഈ റിയാക്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെയുള്ള കറണ്ട് കൂടും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടും. നേരത്തെ കേസിൽ എന്തായിരുന്നു, ഈ കപ്പാസിറ്റർ പാരലായിട്ടായിരുന്നു വെച്ചിരുന്നത്. പാരലായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഗുണം, അതായത് കപ്പാസിറ്ററിനെ എക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തുകൊണ്ടിരുന്നത്. കപ്പാസിറ്ററിന് എക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മൾ എക്രോസ് ആയിട്ടാണ്. കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഈ റെസിസ്റ്റൻസ് അന്നേരം കോൺസ്റ്റൻ്റ് ആയിരുന്നു. ഈ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടും. ഇതിന് ക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ. സീരീസ് ആയിട്ട് വയ്ക്കുമ്പോൾ നേരെ തിരിച്ചാണ്. കാരണം അത് കറണ്ട് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ റിയാക്റ്റൻസ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെയുള്ള കറണ്ട് കൂടും. ഇതിലൂടെയുള്ള കറണ്ട്, കാരണം ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. സോ ഐ ഇൻറ്റു ആർ കൂടും. സോ ദാറ്റ് വി എ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആർ ആണ്. ഐ ഇൻറ്റു ആർ കൂടും. കാരണം ഐ കൂടും. കാരണം എന്താ, ഈ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയും ഫ്രീക്വൻസി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ദാറ്റ് മീൻസ് ഹൈ ഫ്രീക്വൻസിയിൽ കൂടുതൽ കറണ്ടിനെ കടത്തിവിടും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുതലായിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ വി എ വോൾട്ടേജിനെയാണ് ഞാൻ പറഞ്ഞത്. ഈ വി എ വോൾട്ടേജാണ് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്, ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. ഒബ്വിയസ്ലി ഇൻപുട്ട് കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് അതിൻ്റെ എത്രയോ ടൈംസ് കൂടും. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ആംപ്ലിഫയറിൻ്റെ ഗെയിനിൻ്റെ അത്രയും ടൈംസ് കൂടും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ക്ലിയർ. എങ്ങനെയാണ് ഇത് വന്നതെന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. സോ ഇതിൻ്റെ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ ആർ പ്ലസ് ജെ എക്സ് സി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഫിൽറ്ററിങ് സർക്യൂട്ടിൻ്റെ ഗെയിൻ മാത്രം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിൽറ്ററിങ് സർക്യൂട്ടിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് വി എ ബൈ വി ഇൻ ആണ്. സോ വി എ ബൈ വി ഇൻ ഈസ് ദി gain of filtering circuit. So what will be that? That is nothing but R divided by R plus jXC, where jXC is 1 by omega c. So R divided by R plus 1 by j omega c. So from that you will get j omega c 1 plus j omega c. So R divided by R j omega c plus 1 divided by j omega c. Okay, so you will get like that. So you will get that R j omega c divided by 1 plus R j omega c. Okay, so this is V A by V in. So where we know that what is cutoff frequency is nothing but 1 by 2 pi RC or 1 by omega RC. Omega C is equal to 1 by RC, whereas omega C is equal to 2 pi RC. From that you will get when we take the modulus, you will get the equation like this: omega c by omega the whole square, where omega c is the cutoff frequency, omega is the input frequency. From that, when we increase the input frequency, denominator, so denominator കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ന്യൂമറേറ്റർ കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി അലോ ഓൺലി ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. ഓക്കെ, ഞാൻ ഇത് കംപ്ലീറ്റ് കഴിഞ്ഞ തവണത്തെ പ്രോബ്ലത്തിൽ ലോ പാസ് ഫിൽറ്ററിൽ എഴുതിയതാണ്. ഇത് ഞാൻ ഇനി ഡിറൈവ് ചെയ്യാൻ നോക്കുന്നില്ല, നിങ്ങൾ തന്നെ ജസ്റ്റ് നോക്കിയാൽ മതി. യു വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ ലൈക്ക് ദിസ്.
ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൻ്റെ ഗെയിൻ കൂടും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഗെയിൻ അത് നമുക്ക് ഈ സർക്യൂട്ടിൽ നിന്ന് തന്നെ ബോധ്യമാണ്. കാരണം എന്താണ്, ഇതിൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള കറണ്ട് കൂടും. കാരണം എന്താ, ഈ റിയാക്റ്റൻസ് കുറയും. ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ റിയാക്റ്റൻസ് കുറയും. റിയാക്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള കറണ്ട് കൂടും. ഇതിലൂടെയുള്ള കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് കൂടും. കാരണം ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറണ്ട് ഇൻറ്റു ദിസ് റെസിസ്റ്റൻസ് ആണ് ഈ വോൾട്ടേജ് എന്ന് പറയുന്നത്. നേരത്തെ ലോ പാസ് ഫിൽറ്ററിൽ എന്തായിരുന്നു, റെസിസ്റ്റർ ഇവിടെയും കപ്പാസിറ്റർ ഇവിടെയായിരുന്നു. അപ്പോൾ ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു ദാറ്റ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആയിരുന്നു. സോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടിക്കഴിഞ്ഞാലായിരുന്നു വോൾട്ടേജ് കൂടുന്നത്. ഇവിടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാലാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുന്നത്. കാരണം ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇപ്പം നോൺ ഇൻവെർട്ടിംഗ് ഹൈ പാസ് ഫിൽറ്റർ നമ്മൾ ജസ്റ്റ് നോക്കി. ഇതുപോലെ തന്നെയാണ് ഇൻവെർട്ടിംഗ് ഹൈ പാസ് ഫിൽറ്റർ. ഇൻവെർട്ടിംഗ് ഹൈ പാസ് ഫിൽറ്ററിൽ നത്തിങ് ബട്ട് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ലൈക്ക് ദാറ്റ്. സോ ഇതിനകത്ത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് വി ഔട്ട് ബൈ വി ഇൻ ഈസ് നത്തിങ് ബട്ട് ആർ എഫ് ബൈ സീരീസ് റെസിസ്റ്ററാണ്. ആർ ടോട്ടലാണ്, ആർ എസ് എന്ന് പറയാൻ പറ്റില്ല, ആർ ടോട്ടലാണ്. സോ ആർ ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നത്തിങ് ബട്ട് ആർ പ്ലസ് ജെ എക്സ് സി ആണ്. ആർ പ്ലസ് ജെ എക്സ് സി ആണ്. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ ഇൻപുട്ട് ഫ്രീക്വൻസി ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് ഫ്രീക്വൻസി ഒമേഗ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എക്സ് സി വിൽ ബി റെഡ്യൂസിങ്. എക്സ് റെഡ്യൂസ് ചെയ്യും. എക്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ആർ ടോട്ടൽ ഓൾസോ റെഡ്യൂസ്. കാരണം എന്താ, ആർ പ്ലസ് ജെ എക്സ് സി ആണ് ആർ ടോട്ടൽ എന്ന് പറയുന്നത്. സോ എന്ത് പറ്റും, വി ഔട്ട് ബൈ വി ഇൻ, ദറ്റ് ഈസ് ഗെയിൻ വിൽ ബി ഇൻക്രീസ്. കാരണം ഡിനോമിനേറ്ററിലെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ വിൽ ബി ഇൻക്രീസ്. സോ that is why it is known as high pass filter. So this is known as high pass filter. So omega കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും, എക്സ് സി കുറയും. വേർ ഒമേഗ എക്സ് സി ഈസ് ഈക്വൽ ടു 1/ωc ആണ്. സോ ഒമേഗ കൂടിയ എക്സ് സി കുറയും. എക്സ് സി കുറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആർ ടോട്ടൽ കുറയും. വേറെ ആർ ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആർ പ്ലസ് ജെ എക്സ് സി ആണ്. ജെ എക്സ് സി കുറയും, അങ്ങനെ ജെ എക്സ് സി കുറഞ്ഞു. സോ വി ഔട്ട് ബൈ വി ഇൻക്രീസ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഹൈ പാസ്. അപ്പോൾ ഹൈ ഫ്രീക്വൻസിന് ഗെയിൻ എന്ന് പറയുന്നത് കൂടുതലുള്ളതാണ് ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കൂടുതലുള്ളതാണ് ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. സോ സിംപിളി ദിസ് സർക്യൂട്ട് വിൽ ബി ആക്ട് ആസ് എ high pass filter, and its cutting frequency omega c is nothing but 1/RC. അപ്പോൾ 1/RC എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് അതാണ് കട്ടിംഗ് ഫ്രീക്വൻസി. അപ്പോൾ ആ കട്ടിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് this value is a cutting frequency, and this value is equal to 1/RC. and in നമ്മൾ നേരത്തെ പഠിച്ചു in practical filter it will be like that. Okay. And order കൂടുന്തോറും when we use this is first order, then we can have second order like this. ഐഡിയലിനോട് ഓർഡർ കൂടുന്തോറും ഐഡിയലിനോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. റെസ്പോൺസ് എന്ന് പറയുന്നത് ഐഡിയൽ ഫിൽറ്ററിനോട് അടുത്തുകൊണ്ടിരിക്കും. ഓക്കെ. ആൻഡ് 1/RC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ് ഈസ് ആർ ആൻഡ് സി. that is the cutoff frequency അതിനോട്
അത് ഈ റെസിസ്റ്ററിനും ഈ കപ്പാസിറ്റർ വാല്യൂവിനോടും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, സംടൈംസ് പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവാറുണ്ട്. ഈ ഫ്രീക്വൻസിയോടെ എടുത്തിട്ട് ഈ ഫ്രീക്വൻസി ഈ റെസിസ്റ്ററോടെ എടുത്തിട്ട് ഈ റെസിസ്റ്ററാണോ ഈ 1/2πRC കാണുമ്പോൾ കാണേണ്ടതെന്ന് ഇടയ്ക്ക് കൺഫ്യൂസ് ആവാറുണ്ട് ആൻസർ ചെയ്യുമ്പോൾ. നമുക്കത് അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് കൂടി നോക്കാം. നിങ്ങളിപ്പോൾ ഇത് മനസ്സിലാക്കുക. കഴിഞ്ഞ കേസിൽ എങ്ങനെയായിരുന്നു, നമ്മളൊരു ഇൻവേർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ ആയിരുന്നെങ്കിലോ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ഉണ്ടായിരുന്നു. ആ റെസിസ്റ്ററും കപ്പാസിറ്ററും പാരലായിരുന്നു. അതെന്ന് പറഞ്ഞാൽ 1/2πRC എന്ന് പറയുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ റെസിസ്റ്റർ ഈ കപ്പാസിറ്ററിനോടും ആ കപ്പാസിറ്റർ ഈ റെസിസ്റ്ററും ആയിരുന്നു അത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വേറെയാണ്. ഓക്കെ, ഇതാണ്. ഡൗട്ടൊന്നുമില്ലല്ലോ ഇതിനകത്ത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഏതാണ്? ഈ ജംഗ്ഷനിൽ 0 വോൾട്ടേജ് തന്നെയാണ്. ഫിൽറ്ററിങ് വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നോ? ഫിൽറ്ററിങ് വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയിൽ ഇതിപ്പോൾ ഹൈ ഫ്രീക്വൻസി ആണെന്ന് വിചാരിക്കും. വളരെ വലിയൊരു ഹൈ ഫ്രീക്വൻസി ഉള്ള ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, ഈ കപ്പാസിറ്റർ വിൽ ബി ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. ഈ ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് RF/R എന്ന് തന്നെ കിട്ടും ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് RF/R എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേർട്ടിങ് ഇതിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലെറ്റ് RFൻ്റെ വാല്യൂ 10 kilo ohm ആണെന്ന് വിചാരിക്കുക, Rൻ്റെ വാല്യൂ 1 kilo ohm ആണെന്ന് വിചാരിക്കുക. സോ ഗെയിൻ വിൽ ബി 10 ആയിരിക്കും. ഈ സർക്യൂട്ടിൻ്റെ എൻ്റയർ ഗെയിൻ വിൽ ബി 10 ആയിരിക്കും. ഓക്കെ, ഇനി ലോ ഫ്രീക്വൻസി, വളരെ ലോ ഫ്രീക്വൻസിയാണ് വെക്കുന്നതെന്ന് വിചാരിക്കുക. വളരെ ലോ ഫ്രീക്വൻസിയാണ് വെക്കുന്നതെങ്കിൽ XCയുടെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഫൈൻ. XCയുടെ വാല്യൂ വളരെ കൂടുതലാണ്. R+jXC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൂടുതലായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ XCയുടെ വാല്യൂ ഈക്വലൻ ടു 100 kilo ohm ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നെ ഇത് 10 kilo ohm ആണ്, ഇത് 1 kilo ohm ആണ്, ഇത് 100 kilo ohm ആണ്. സോ 100+1 ആണ് ഇതിൻ്റെ സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് 10/101 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.1 ആണ്. സോറി, അതെ 0.1 ആണ് അതിൻ്റെ ഗെയിൻ കിട്ടുക. സോ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും വളരെ കുറച്ചാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഹൈ ഫ്രീക്വൻസിയുടെ മാത്രം ഇത് കടത്തിവിടും. അതായത് ഗെയിൻ വളരെ കൂടുതലായിരിക്കും. ലോ ഫ്രീക്വൻസി ആകുമ്പോഴേക്കും ഗെയിൻ കുറയും. മോൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 0 വോൾട്ടേജ്, അത് ഒരു ആംപ്ലിഫയറിൻ്റെ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയായിരിക്കും. ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത്, അത് എങ്ങനെയാണത് അവിടെ 0 വോൾട്ടേജ് ആയത്, അതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ് അത് വെച്ച് നടക്കുന്നതെന്നുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾ 0 വോൾട്ടേജ് ആയാലും ഇൻപുട്ടിൽ 0 വോൾട്ടേജ് ആയ കാരണം ഇത് ഔട്ട്പുട്ട് 0 വോൾട്ടേജ് ആവില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. കാരണം എന്താണ്, ഈ ഡിവൈസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഗെയിനുള്ള ഒരു ഡിവൈസാണ്. അതുകൊണ്ടാണ് ഇവിടെ 0 വോൾട്ടേജ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ ആയോ? ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ഹലോ, ഓക്കെ. അത് നമ്മൾ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിനൊരു ഗോൾഡൻ റൂളൊക്കെ നമ്മൾ 2 ഗോൾഡൻ റൂളൊക്കെ പറഞ്ഞിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ ഹൈ പാസ് ഫിൽറ്റർ പറഞ്ഞു, ലോ പാസ് ഫിൽറ്ററും പറഞ്ഞു. ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ലോ പാസ് ഫിൽറ്ററിൻ്റെ ഒരു കോമ്പിനേഷനാണ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബാൻഡ് പാസ് ഫിൽറ്റർ? BPF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസി, സെറ്റ് ഓഫ് ഫ്രീക്വൻസീനെ മാത്രം കടത്തി വിടുന്നതിനാണ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും കിട്ടുക. ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി കർവ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കിട്ടുക. സോ ദിസ് ഈസ് അവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഈസ് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ബാൻഡ് മാത്രം കടത്തി വിടുന്ന
ഫിൽറ്ററിംഗ് ആണ് നമ്മളൊരു ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇത് വളരെ കൂടുതൽ കോമൺലി ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പർപ്പസിൽ നമ്മൾ ട്യൂണിങ് ആപ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ട്യൂണിങ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി മാത്രം ട്യൂൺ ചെയ്തെടുത്താൽ ബാൻഡ് പാസ് ഫിൽറ്ററാണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ റേഡിയോയിലൊക്കെ നമ്മൾ ബാൻഡ് പാസ് ഫിൽറ്ററാണ് ഉപയോഗിക്കുക. നമ്മുടെ റേഡിയോയിൽ എന്താണ് വേണ്ടത്? ഒരു പർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസി മാത്രം എടുക്കുക. പർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഓരോ ചാനലിനും ഓരോ ഫ്രീക്വൻസി, കരിയർ ഫ്രീക്വൻസി അസൈൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ ചാനലുകളും ഓരോ കരിയർ ഫ്രീക്വൻസിയിൽ മോഡുലേറ്റ് ചെയ്തിട്ടാണ് വിടുന്നത്, അല്ലേ? നമുക്കറിയാം മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പസൊക്കെ നമുക്കറിയാം. നമ്മുടെ മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. അപ്പം അത് ലോങ് ഡിസ്റ്റൻസ് നമുക്ക് കമ്മ്യൂണിക്കേഷനൊന്നും പറ്റത്തില്ല. അത് കാരണം നമ്മൾ എന്താണ് സാധാരണ ചെയ്യുക? ഒരു കരിയർ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി സിഗ്നലുമായിട്ട് മിക്സ് ചെയ്ത് മോഡുലേറ്റ് ചെയ്തിട്ട് ആ ഹൈ ഫ്രീക്വൻസി ആയിരിക്കും അയക്കുന്നത്. എന്തിനാണ് അങ്ങനെ അയക്കുന്നത്? നമുക്ക് ഈ നോയിസ് എന്ന് പറയുന്ന ഹൈ ഫ്രീക്വൻസി ഒന്നും അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഹൈ ഫ്രീക്വൻസി സിഗ്നലുമായിട്ട് മോഡുലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിനെയാണ് നമ്മൾ കരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ കരിയർ ഫ്രീക്വൻസി ഓരോ ചാനലിനും ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പം റേഡിയോ മാംഗോയിൽ തന്നെ അവർ പരിസ്ഥിതി തന്നെ പറയുന്നത് 91.9 MHz ആണ് അതിൻ്റെ കരിയർ ഫ്രീക്വൻസി. അല്ലെങ്കിൽ ക്ലബ് FM എന്ന് പറയുന്ന ചാനൽ, അതിന് 93.4 MHz ആണ് അതിൻ്റെ കരിയർ ഫ്രീക്വൻസി. അതുപോലെ തന്നെ റെഡ് FM ഉണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ചാനൽസ് ഉണ്ട്. കൊച്ചി FM ഉണ്ട്. അങ്ങനെ 102.3 അങ്ങനത്തെയൊക്കെ കരിയർ ഫ്രീക്വൻസീസ് ഉണ്ട്. അപ്പോൾ ആ കരിയർ ഫ്രീക്വൻസി ആയിട്ട് മോഡുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ആ മോഡുലേറ്റ് ചെയ്ത ഫ്രീക്വൻസി മാത്രമുള്ള സിഗ്നൽസ് റിക്കവർ ചെയ്യാനായിട്ട് നമ്മുടെ ഫിൽറ്റർ ട്യൂൺ ചെയ്ത് വയ്ക്കുന്നത് 91.9 MHz നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസി, ആ സിഗ്നൽ മാത്രം നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഫിൽറ്ററിനെയാണ് ബാൻഡ് പാസ് ഫിൽറ്റർ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫിൽറ്ററാണ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ബാൻഡ് പാസ് ഫിൽറ്ററിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് അതിന് ക്വാളിറ്റി ഫാക്ടർ വെച്ചിട്ടാണ് തിരിക്കുന്നത്. ഓക്കെ, എന്താണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയാം. ക്വാളിറ്റി ഫാക്ടർ വെച്ചിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്വാളിറ്റി ഫാക്ടറിന് ജനറലി ക്യൂ എന്നാണ് പറയുന്നത്. നമ്മുടെ ഫിൽറ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പം അത് ക്യൂയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ അത് വൈഡ് ബാൻഡ് പാസ് ആയിരിക്കും. ഓക്കെ, ക്യൂ വാല്യൂ ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ വൈഡല്ല, നാരോ ബാൻഡ് പാസ് ആയിരിക്കും. നാരോ ബാൻഡ് പാസ് ഫിൽറ്റർ ആയിരിക്കും. നാരോ ബാൻഡ് പാസ് ഫിൽറ്റർ എന്നാണ് പറയുന്നത്. ഇഫ് ക്യൂ വാല്യൂ ഈസ് ലെസ് ദാൻ 10 വൈഡ് ബാൻഡ് പാസ് ആയിരിക്കും. എന്താണ് ക്യൂ എന്ന് പറയാം? ക്യൂ ഈസ് നത്തിങ് ബട്ട് ക്യൂ വാല്യൂ എന്ന് പറയുന്നത് സെൻട്രൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. ഈ കേസിൽ സെൻട്രൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതാണ്, FC എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, ബാൻഡ് വിഡ്ത്ത് ഈസ് നത്തിങ് ബട്ട് എത്ര ഫ്രീക്വൻസിനെ അലൗ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. FH - FL ആണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, FH - FL ആണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ FH - FL എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനായ ക്യൂ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ വാല്യൂ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, if bandwidth is very small, Q value is higher. ഓക്കെ, ബാൻഡ്വിഡ്ത്ത് കുറവാണെങ്കിൽ, അതായത് ചെറിയൊരു ബാൻഡിന് മാത്രമാണ് കടത്തി വിടുകയാണെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ വളരെ കൂടുതലായിരിക്കും. ബാൻഡ്വിഡ്ത്ത് കുറയും തോറും ക്വാളിറ്റി ഫാക്ടർ കൂടും. അതായത് എന്താണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിനെ മാത്രം അതിന് കടത്തിവിടാൻ പറ്റുവാണെങ്കിൽ അതാണ് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താ, ഇപ്പോൾ നമുക്കറിയാം ഈ ചാനലുകൾ മോഡുലേറ്റ് ചെയ്ത് വിടുന്നത് വളരെ അടുത്തടുത്ത അഡ്ജസൻ്റ് ഫ്രീക്വൻസിയിലായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം റേഡിയോ ഫ്രീക്വൻസി തന്നെ, റേഡിയോ FM മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ തന്നെ എന്താണ് അടുത്തടുത്ത ഫ്രീക്വൻസിയിലാണ് ഓരോ അഡ്ജസൻ്റ് ചാനലിലും കൊടുത്തിരിക്കുന്നത്. നമ്മളത് നോക്കിയതാണ്. ഇപ്പം 91.9 MHz, അതുപോലെ തന്നെ 93.4, 94.5 അങ്ങനെയൊക്കെ ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിലാണ് നമ്മൾ മോഡുലേറ്റ് ചെയ്ത് വിടുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ ഒരു കരിയർ ഫ്രീക്വൻസി ഉണ്ട്, ഈ ഒരു കരിയർ ഫ്രീക്വൻസി ഉണ്ട്, ഈ ഒരു കരിയർ ഫ്രീക്വൻസി ഉണ്ട്. ദിസ് ഈസ് റേഡിയോ മാംഗോ.
ഞാനതൊന്നും എഴുതുന്നില്ല, നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ദിസ് ഈസ് ഫ്രീക്വൻസി വേഴ്സസ് ഗെയിൻ കർവാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിനെ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫിൽറ്റർ ആയിരിക്കും. ആ ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ കുറച്ച് ചെറിയൊരു ഫ്രീക്വൻസിനെ മാത്രം നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫിൽറ്റർ ആയിരിക്കണം വെക്കേണ്ടത്. ഇപ്പം 93.4 ഇങ്ങനെ ഇത് ചെയ്യണം. അങ്ങനെ വളരെ ചെറിയ, ഇനി ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണെങ്കിൽ എന്താണ് സംഭവിക്കുക, ഈ ചാനലോടെ കയറി വരാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഇപ്പം ഞാനിപ്പം ഒരു ഇപ്പം ഇതിൻ്റെ ഫിൽറ്റർ വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫിൽറ്ററാണ് വയ്ക്കുന്നതെന്ന് വിചാരിക്കും, റെസ്പോൺസ്. അപ്പോൾ ഈ ഫ്രീക്വൻസിയോടെ ഇതിനകത്തിട്ട് സംടൈംസ് നമ്മൾ ട്രാവലിലൊക്കെ ആയിരിക്കുമ്പോൾ നല്ലൊരു ഫിൽറ്ററിങ് അല്ല എന്നുണ്ടെങ്കിൽ ചില ചാനലുകളൊക്കെ കയറി വരുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ഫിൽറ്ററിങ്ങിൻ്റെ ഒക്കെ കേപ്പബിലിറ്റി അനുസരിച്ചാണ്. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ കൂടുന്തോറും, ക്വാളിറ്റി ഫാക്ടർ കൂടുതലാണെങ്കിൽ വളരെ ഫൈനായിട്ട് ഈ ഫ്രീക്വൻസിനെ മാത്രം സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ വളരെ നല്ല ക്വാളിറ്റി ഫാക്ടർ ഉള്ളതാണെങ്കിൽ വളരെ കുറച്ച് ആ സെൻട്രൽ ഫ്രീക്വൻസിന് മാത്രം അത് കടത്തിവിടും. അതുപോലത്തെ ഫിൽറ്ററിനെയാണ് നമ്മൾ നാരോ ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ Q ഫാക്ടർ 10 മേലെയുള്ളതൊക്കെ നാരോ ബാൻഡ് പാസ് ആയിരിക്കും, 10 മേളിൽ താഴെയുള്ളതൊക്കെ വൈഡ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്നായിരിക്കും അതിനെ പറയും. ഓക്കെ, അപ്പം ഇത് സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യുക ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്, ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ്സ് കോമ്പിനേഷൻ ഓഫ് എ ഹൈ പാസ് ഫിൽറ്റർ ആൻഡ് ലോ പാസ് ഫിൽറ്റർ. ഒരു ഹൈ പാസ് ഫിൽറ്റർ പ്രാക്ടിക്കലി നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുക. ഹൈ പാസ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ഹൈ പാസ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ്, ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി കഴിഞ്ഞിട്ട് ആ ഫ്രീക്വൻസീനെ മാത്രം കടത്തിവിടും, ഇങ്ങനെ കടത്തിവിടും. ദിസ് ഈസ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇങ്ങനെ കടത്തിവിടുന്ന ഇതാണ് ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഒരു ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലോവർ ഫ്രീക്വൻസീനെ മാത്രം കടത്തിവിടും. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ വയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മളൊരു ലോ പാസ് ഫിൽറ്റർ വയ്ക്കും, അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഷുഡ് ബി ഹയർ ദാൻ ദി ഹൈ പാസ് ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ ഞാനൊരു ലോ പാസ് ഫിൽറ്റർ വെച്ചു. ഇനീഷ്യലി ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ ഇത് ഇൻപുട്ടാണ്, this is my input signal, and initially I have a low pass filter with cutoff frequency fh. So ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി, ഇതിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇങ്ങനെയൊരു സിഗ്നലായിരിക്കും നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ആയിരിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് ശേഷം ഇത് അറ്റുനേറ്റ് ചെയ്ത് കഴിയും, ലോ ഫ്രീക്വൻസിന് മാത്രമായിരിക്കും ഇത് ചെയ്യുന്നത്. സോ ഈ റെസ്പോൺസ് ഇങ്ങനെയായിരിക്കും. ഇതിൽ നിന്ന് നേരെ കൊടുക്കുന്നത് ഒരു ഹൈ പാസ് ഫിൽറ്ററിലേക്കായിരിക്കും സീരീസ് ആയിട്ട് കൊടുക്കുന്നത് വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി FL, HPF വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി FL. അപ്പോൾ എന്താണ് ഇവിടെ വരുന്നത്, ഇങ്ങനെയൊരു സിഗ്നലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് എന്തായിരിക്കും, നമുക്ക് ഇതിൻ്റെ ഇൻപുട്ടിൽ ഇത്രയും ഫ്രീക്വൻസിയാണ് വരിക, ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി FL ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ഇത് ചെയ്യുന്നത്, ഇത് ഹൈ ഫ്രീക്വൻസി കമ്പോണൻറ്റിന് മാത്രമാണ് കടത്തി വിടുകയുള്ളൂ. അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി FL ആയ കാരണം യു വിൽ ഗെറ്റ് എ റെസ്പോൺസ് ലൈക്ക് ദിസ്. കാരണം ഇതിന് ശേഷം ഇതിന് ഫ്രീക്വൻസി ഇല്ല, ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നതിന് ഫ്രീക്വൻസി ഇല്ല. സോ FH FL ഗെയിൻ ഫ്രീക്വൻസി, സോ ഇറ്റ്സ് റെസ്പോൺസ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഒരു ലോ പാസ് ഫിൽറ്റർ ഒരു ഹൈ പാസ് ഫിൽറ്ററോടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് ഫ്രണ്ടിൽ ഹൈ പാസ് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാലും സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുക. ഒരു ഹൈ പാസ് ഫിൽറ്റർ വിത്ത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇത് വെച്ചു, അതിന് ശേഷം നമ്മൾ ലോ പാസ് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാലും സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് അതോടെ വരയ്ക്കാം. കൺസിഡർ HPF the lower cutoff frequency, this is input. So high pass filter, this is FL,
So its response will be, output response will be like this. Output response will be like this, and this is low pass filter, cutoff frequency. So ലോ പാസ് ഫിൽറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടിൽ ഇത്രയാണ് വന്നിട്ടുള്ളൂ. ഇതിൻ്റെ എഫ് എച്ച് എന്ന് പറയുന്നത് ഇത്രയാണ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, സോ ദിസ് ഇസ് like this. Okay, so band pass filter is nothing but it's a combination of a high pass filter and low pass filter which is connected in series, and there is a condition, the FL എന്ന് പറയുന്നത് should be lesser than FH. ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കണം കൂടുതൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എച്ച് പി എഫിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഷുഡ് ബി ലെസർ ദാൻ എനി. എച്ച് പി എഫ് കട്ട് ഓഫ് ഫ്രീക്വൻസി, എച്ച് പി എഫിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ് ഞാൻ എച്ച് എൽ എന്ന് എഴുതിയാണ്, ഷുഡ് ബി ലെസർ ദാൻ എൽ പി എഫിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഒറ്റ സിഗ്നലും അത് കടത്തി വിടില്ല. അല്ലെങ്കിൽ ഒരു സിഗ്നൽ പോലും കടത്തി വിടില്ല. ക്ലിയറായോ? എന്താണ് ഞാൻ പറഞ്ഞതെന്ന്, എന്താണ് അതിൻ്റെ ഐഡിയ എന്ന് ക്ലിയറായോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫിൽറ്ററിനെയാണ് നമ്മൾ ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ ബാൻഡ് പാസ് ഫിൽറ്ററിനെ കുറിച്ച്? അപ്പോൾ ചിലപ്പോഴൊക്കെ അതിൻ്റെ ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനായിരിക്കും പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ഫിൽറ്ററിൻ്റെ ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ പറയുകയാണെന്ന് വിചാരിക്കുക. ഇപ്പം ഇതിപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു പ്രോബ്ലമാണ്. സോ ടു ചെക്ക് വെദർ the band pass filter is narrow or wide BPF. Okay, so in the bandwidth alla lower cutoff frequency, consider the FL is 1 kilohertz and FH is 2 kilohertz. Okay, ഇത് നാരോ ആണോ വൈഡ് ബാൻഡ് പാസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അതിൻ്റെ FL 1 കിലോഹെർട്സും FH 2 കിലോഹെർട്സും ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഫിൽറ്ററിന് അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫിൽറ്ററാണ്. 1 കിലോഹെർട്സ് ആണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി 2 കിലോഹെർട്സ് ആണ്. സോ വാട്ട് വിൽ ബി ദി സെൻറ്റർ ഫ്രീക്വൻസി ഇതായിരിക്കും, 1.5 കിലോഹെർട്സ് ആയിരിക്കും. വാട്ട് ഈസ് ക്യൂ ഫാക്ടർ? ക്യൂ ഫാക്ടർ ഈസ് നത്തിങ് ബട്ട് സെൻറ്റർ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ എത്രയാണ്, 1 കിലോഹെർട്സ് ആണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ക്യൂ വിൽ ബി സെൻറ്റർ ഫ്രീക്വൻസി ആയ 1.5 കിലോഹെർട്സ് ഡിവൈഡഡ് ബൈ 1 കിലോഹെർട്സ്. So what will be that value? Q is equal to 1.5. Q is equal to 1.5. 1.5 is lesser than 10. So this is wide band pass filter. Clear? എന്ന് പറയുന്നത് ഒരു വൈഡ് ബാൻഡ് പാസ് ഫിൽറ്ററാണ്. കാരണം എന്താണ്, ഒരു വൈഡ് ബാൻഡ് വിഡ്ത്ത് ഉണ്ട്, 1 കിലോഹെർട്സിൻ്റെ ഒരു വൈഡ് ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. സോ ദിസ് ഈസ് വൈഡ് ബാൻഡ് പാസ് ഫിൽറ്റർ. ലെറ്റ് മൈ ബാൻഡ് വിഡ്ത്ത്, ലെറ്റ് ദി സെൻറ്റർ ഫ്രീക്വൻസി
ഈ ക്വസ്റ്റ്യൻ വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ തരാം. നിങ്ങൾക്ക് ഈ പ്രോബ്ലം ക്ലിയർ ആയോ? എന്താണ് വൈഡ് ബാൻഡ് പാസ്, എന്താണ് നാരോ ബാൻഡ് പാസ് എന്നുള്ളത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ആർക്കും ഡൗട്ടുണ്ടോ? ഓക്കെ. അപ്പം ഇങ്ങനെയാണ് വൈഡ് ബാൻഡ് പാസും നാരോ ബാൻഡ് പാസും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്. നിങ്ങളോട് ചോദിക്കുന്ന ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ തന്നിട്ട് വൈഡ് ഏതാണ് നാരോ ഏതാണെന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ക്യൂ ഫാക്ടർ വെച്ചിട്ടാണ് അതിൻ്റെ ഇത് തീരുമാനിക്കുന്നത്, വൈഡ് ആണോ നാരോ ആണോ എന്ന്. ഫോർ എക്സാമ്പിൾ അടുത്തൊരു ഇത് പറയുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 എങ്ങനെ പറയാം? കൺസിഡർ the bandwidth is 50 Hz with the center frequency of 10 kHz. Check whether the filter is narrow or wide. Okay. Bandwidth 50 Hz ആണ്, സെൻറ്റർ ഫ്രീക്വൻസി 10 kHz ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നത്തിങ് ബട്ട് ഐ ഹാവ് എ ഫ്രീക്വൻസി റെസ്പോൺസ് ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ്സ് 10 kHz ഈസ് ദി സെൻറ്റർ ഫ്രീക്വൻസി. 10 kHz എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 10 kHz ഈസ് നത്തിങ് ബട്ട് 10,000 Hz ഈസ് ദി സെൻറ്റർ ഫ്രീക്വൻസി. അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 Hz ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 50 Hz ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +25 Hz ഇങ്ങോട്ടേക്കും -25 Hz ഇങ്ങോട്ടേക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,025 Hz ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -25, ദാറ്റ് ഈസ് 99,975. ഇത്രയാണ് അതിൻ്റെ ഫ്രീക്വൻസി. So what is Q factor? Q factor is equal to center frequency 10 kHz divided by 50 Hz, that is 10,000 by 50, that is 200. So Q is very much higher. That means this is a narrow band pass filter. ഓക്കെ, ഫൈൻ. ക്ലിയർ, ഈ ഐഡിയ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് നാരോ എന്താണ്, വൈഡ് ബാൻഡ് പാസ് എന്താണ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ബാൻഡ് റിജക്റ്റ് ഫിൽറ്ററുണ്ട്. ഒരു പർട്ടിക്കുലർ ബാൻഡിന് മാത്രം റിജക്റ്റ് ചെയ്യുന്ന ഫിൽറ്റേഴ്സിനെയാണ് നമ്മൾ ബാൻഡ് റിജക്റ്റ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ അറിയാം. ഒരു പർട്ടിക്കുലർ ബാൻഡിനെ മാത്രം റിജക്റ്റ് ചെയ്യുന്ന ഫിൽറ്റേഴ്സാണ് ബാൻഡ് റിജക്റ്റ് ഫിൽറ്റേഴ്സ്. സോ പർട്ടിക്കുലർ ബാൻഡിനെ റിജക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയായിരിക്കും? ബാൻഡ് റിജക്റ്റ് ഫിൽറ്റേഴ്സ് BRF, or we can also known as band stop filter. ബാൻഡിനെ പർട്ടിക്കുലർ ബാൻഡിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഫിൽറ്റർ. അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രീക്വൻസി റേഞ്ചിനെയും കടത്തിവിടും, ഒരു പർട്ടിക്കുലർ റേഞ്ചിനെ മാത്രം കടത്തിവിടില്ല. എക്സാക്ട്ലി ദ ഓപ്പോസിറ്റ് ഓഫ് ദി ബാൻഡ് പാസ് ഫിൽറ്റർ. ബാൻഡ് പാസ് ഫിൽറ്റർ ഒരു പർട്ടിക്കുലർ ബാൻഡിനെ മാത്രം കടത്തിവിടുന്നു, ഇത് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ബാൻഡിനെ മാത്രം സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ ഇറ്റ്സ് റെസ്പോൺസ് വിൽ ബി ലൈക്ക് ദിസ്, ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി. ഈ ബാൻഡിനെ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ഈ പർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസി ഈസ് നോൺ ആസ് സ്റ്റോപ്പ് ബാൻഡ്.
അല്ലെങ്കിൽ റിജക്റ്റഡ് ബാൻഡ് എന്ന് പറയും. ഇത്രയും ബാൻഡിനെ റിജക്റ്റ് ചെയ്തു. അത്രയും ബാൻഡിൽ ഗെയിൻ 0 ആണ്, അല്ലെങ്കിൽ ഗെയിൻ വളരെ ലെസ് ആണ്. റൈറ്റ് കേസിൽ ഗെയിൻ വളരെ കുറവായിരിക്കും, ബാക്കി എല്ലാ കേസിലും ഗെയിൻ ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കേസ് എന്ന് പറയുന്നത് ദിസ് ഈസ് നത്തിങ് ബട്ട് എ ലോ പാസ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് ആണ്. ദിസ് ഈസ് എ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് ആണ്. So low pass filter, and this is a high pass filter, low pass filter with a higher cutoff frequency. Low pass filter, high pass filter with a lower cutoff frequency. അപ്പോൾ ഇങ്ങനെയാണ് FL ഇരിക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ കോമ്പിനേഷൻ ഓഫ് ഹൈ പാസ് ഫിൽറ്റർ ആൻഡ് ലോ പാസ് ഫിൽറ്റർ. അപ്പം പക്ഷേ ഇത് പാരലായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പം പാരലായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിഗ്നൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സിഗ്നലിനെ സ്പ്ലിറ്റ് ചെയ്യും. സിഗ്നലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരെണ്ണം ഹൈ പാസ് ഫിൽറ്ററിലേക്ക് കൊടുക്കും, HPFലേക്ക് കൊടുക്കും വിത്ത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. നമുക്കൊരു ലോ പാസ് ഫിൽറ്റർ ഉണ്ട്, ലോ പാസ് ഫിൽറ്റർ വിത്ത് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ദിസ് ഈസ് എഫിൻ ഫ്രീക്വൻസി കൊടുക്കുന്നു. ഇതൊരു സമ്മറിലേക്ക് കൊടുക്കുന്നു. സമ്മർ സർക്യൂട്ട് വിൽ add these two signal and this is V out or F out. Can simply say നമ്മുടെ ഫ്രീക്വൻസി ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. സോ എഫ് ഇൻ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി വിത്ത് വി ഇൻ, ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ കൊടുക്കുന്നു. നമുക്ക് എഫ് ഔട്ട് വി ഔട്ട് റെസ്പോൺസ് ആണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് കിടക്കുന്നത്? ഹൈ പാസ് ഫിൽറ്റർ വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി FL ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. റെസ്പോൺസ് കിട്ടുക ഇവിടെ കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ദിസ് ഈസ് FL and this is FH, and this frequency, the FL should be greater than FH ആയിരിക്കണം. So this is what band reject filter. If FL is greater than FH ആണെങ്കിലോ, if FH is greater than FL ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ കണ്ടീഷനിൽ ഇതാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഫിൽറ്ററിന് എന്താ സംഭവിക്കുക? FH is greater than FL ആണെങ്കിൽ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്താണ്? മുഴുവനും കടത്തി വിടും. ദാറ്റ് ഈസ് ആൻ ഓൾ പാസ് ഫിൽറ്റർ. ഓൾ പാസ് ഫിൽറ്റർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതിന് പറയുന്ന ഓൾ പാസ് ഫിൽറ്റർ എന്നാണ്. എല്ലാ ഫ്രീക്വൻസിനും കടത്തി വിടുന്ന ഒരു ഫിൽറ്ററാണ് ഇത്. എന്തിനാണ് ഇങ്ങനെ ഒരു ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഗെയിനൊക്കെ മിസ്മാച്ച് ഉണ്ടാകുമ്പോൾ ഗെയിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾ പാസ് ഫിൽറ്റർ നമ്മൾ ചിലപ്പോഴൊക്കെ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. അപ്പം FL ഷുഡ് ബി ലെസ്സർ ദാൻ FH ആണെങ്കിൽ it will be an all pass filter. If FL is greater than FH ആണെങ്കിൽ this will be act as a band reject filter. അത് നിങ്ങൾ ഓർത്തോളണം അത് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ കോമ്പിനേഷൻ വരച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ, സോ കൺസിഡർ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. എന്താണ് ഒരു ഹൈ പാസ് ഫിൽറ്റർ, ലോ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ, ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ എന്താണെന്ന് അതിൻ്റെ ബേസിക് ഐഡിയാസൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇതിനകത്ത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം പ്രോബ്ലംസ്. ഇതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അതോട് കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, സോ comparator circuit, op-amp as a comparator. എന്താണ് കമ്പാരറ്റർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജിനെ കമ്പയർ ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ കമ്പാരറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ,
അതിനകത്ത് നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്ററുണ്ട്, ഇൻവെർട്ടിംഗ് കമ്പാരറ്ററുണ്ട്. ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ വെച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സർക്യൂട്ടിലും ഇൻവെർട്ടിങ്ങും നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്ററുണ്ട്. ഇപ്പം നമ്മൾ ഇൻവെർട്ടിംഗ് ടെർമിനൽ, അതായത് നെഗറ്റീവ് ടെർമിനലാണ് സിഗ്നൽ കൊടുക്കുന്നതെങ്കിൽ അത് ഇൻവെർട്ടിംഗ് ടൈപ്പ് ഒരു ആംപ്ലിഫയറോ കമ്പാരറ്ററോ ഫിൽറ്ററോ ആയിരിക്കും. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് നോൺ ഇൻവെർട്ടിംഗ് ടൈപ്പ്, പോസിറ്റീവ് ടെർമിനലാണ് കൊടുക്കുന്നതെങ്കിൽ നോൺ ഇൻവെർട്ടിംഗ് ടൈപ്പ് കമ്പാരറ്ററോ ഫിൽറ്ററോ അതുപോലത്തെ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, സോ we can have inverting comparator ഉണ്ട്, നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ ഉണ്ട്. നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇൻപുട്ട് വോൾട്ടേജുകളെ കമ്പയർ ചെയ്യുന്ന ഒരു സിഗ്നലാണ് നമ്മൾ കമ്പാരറ്റർ, ഒരു സർക്യൂട്ടാണ് കമ്പാരറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ലൈക്ക് ദാറ്റ് can have positive terminal, inverting non inverting terminal. ഇൻവെർട്ടിംഗ് കമ്പാരറ്ററിൽ നമ്മൾ ഇൻവെർട്ടിംഗ് ടെർമിനലാണ്, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഞാൻ എൻ്റെ സിഗ്നൽ കൊടുത്തിരിക്കുകയാണ്. we can have output voltage and this is a resistance. So this is a resistance. So what will be the output voltage? Consider this is plus VCC and minus VE. What will be the output voltage? Output voltage എന്തായിരിക്കും? ഞാനിവിടെ ഒരു സൈനസോയിഡൽ സിഗ്നലാണ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നതെങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്? നിങ്ങൾ തന്നെ പറഞ്ഞേ. എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ്? നിങ്ങൾ പറഞ്ഞു നോക്കി എന്തായിരിക്കും. ഇവിടെ ഞാൻ ഫീഡ്ബാക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം എന്തായിരിക്കും? ഔട്ട്പുട്ട്? ഇത് ജസ്റ്റ് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ആണ്. ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഒരു ടെർമിനലിൽ ഞാൻ സിഗ്നൽ കൊടുത്തു, ഒരു ടെർമിനലിൽ എടുത്ത് ഗ്രൗണ്ട് ചെയ്തു. അത്രയല്ലേ ഞാൻ ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ വരുന്നത്? ഇതൊരു ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനാണ് അല്ലേ, ക്ലോസ്ഡ് ലൂപ്പ് അല്ല, ജസ്റ്റ് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനാണ്. ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്? എന്തായിരിക്കും? നിങ്ങൾ മറന്നുപോയോ ഇതൊക്കെ? whenever this input voltage ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ 0 വോൾട്ടേജാണ് കൊടുത്തിരിക്കുന്നത്. വെന്നെവർ ദിസ് ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജിനേക്കാൾ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ഗോസ് ടു മൈനസ് വി സാറ്റ്. മൈനസ് വി സാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് മൈനസ് വി ഇ തന്നെയായിരിക്കും. എത്രയാണോ സാച്ചുറേഷൻ വോൾട്ടേജ് അത് തന്നെയായിരിക്കും. അപ്പോൾ ഈ പോസിറ്റീവ് സൈക്കിളിൽ മൈനസ് വി ഇ തന്നെയായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. മൈനസ് വി സാറ്റ് തന്നെയായിരിക്കും. ഓക്കെ, ക്ലിയർ. ഇനി നെഗറ്റീവ് സൈക്കിളിൽ പൊട്ടൻഷ്യൽ നോക്കിക്കഴിയുമ്പം നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ പൊട്ടൻഷ്യലാണ് കൂടുതൽ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ പൊട്ടൻഷ്യലേക്കാളും. സോ ഇറ്റ് വിൽ ഗോസ് ടു പ്ലസ് വി സി സി. output will be goes to plus VCC and it will be like that. ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ക്ലിയർ ആയി? റെസ്പോൺസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന്? പ്ലസ് VCC, ദിസ് ഇസ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഈ ഐഡിയ ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത് നിങ്ങൾക്ക്? ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ മറന്നു തുടങ്ങിയോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആണോ ഇത്? എന്തുകൊണ്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇങ്ങനെ വന്നതെന്ന് ക്ലിയർ ആണോ നിങ്ങൾക്ക്?
ഇതിനകത്ത് ഡൗട്ടുള്ളവരുണ്ടോ? നിങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോ, പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് ഈ ഔട്ട്പുട്ട് റെസ്പോൺസ് ഇങ്ങനെ വരച്ചതെന്ന്. Vin ഇതാണെങ്കിൽ ഒരു സൈനസോയിഡൽ സിഗ്നൽ ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇങ്ങനെ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോ. കാരണം ഇത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, നിങ്ങൾ മറന്നുപോയെങ്കിൽ. ഡൗട്ടുണ്ടോ ഇതിനകത്ത്? ഓക്കെ. ഈ ഇൻവെർട്ടിംഗ് കമ്പാരറ്ററിനെ ഓൾസോ നോൺ ആസ് സീറോ ക്രോസിംഗ്, ഇൻവെർട്ടിംഗ് അല്ല, ഈ കമ്പാരറ്ററിനെ ഓൾസോ നോൺ ആസ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്? എപ്പോഴൊക്കെ ഒരു സീറോ ക്രോസ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഡിറ്റക്റ്റ് ചെയ്ത് അതിൻ്റെ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നത്, ഔട്ട്പുട്ട് കണ്ടീഷൻ. ഇവിടെ ഒരു സീറോയിനെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ഔട്ട്പുട്ട് കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സീറോ ക്രോസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കണ്ടീഷൻ ചേഞ്ചസ്. അതുകൊണ്ടാണ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്ന് ഇതിനെ പറയുന്നത്. ക്ലിയർ ആയോ? സോ എവിടെയൊക്കെ ഒരു സീറോ ക്രോസ് ചെയ്യുന്നുണ്ടോ, എപ്പോഴേക്കും ഒരു സീറോ ക്രോസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ കണ്ടീഷൻസ് പ്ലസ് ഐദർ ഇറ്റ് വിൽ ബി ചേഞ്ച് ടു പ്ലസ് VCC ടു മൈനസ് VE ഓർ മൈനസ് VE ടു പ്ലസ് VCCയിലേക്ക് ഒരു ടോഗ്ലിംഗ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ദിസ് ഈസ് അബൌട്ട് ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ. നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ ആണെങ്കിലോ, നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ ആണെങ്കിൽ it will be like this. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഞാൻ സിഗ്നൽ കൊടുക്കും, Vin കൊടുക്കും. ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യും, ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കും. ഇത്ര വ്യത്യാസമുള്ളൂ. ബട്ട് ഇതിൻ്റെ ഗ്രാഫിൽ മൈനസ് VE, ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇങ്ങനെ ഒരു സൈനസോയിഡൽ സിഗ്നലാണെന്ന് വിചാരിക്കുക. ആൻസർ ദിസ് ഇസ് Vin. വാട്ട് വിൽ ബി Vout? It will be Vout. Here inverting terminal is grounded, non-inverting terminal has plus VCC. Whenever this is positive with respect to this inverting terminal, whenever non-inverting terminal positive with respect to inverting terminal, it will goes to plus VCC. It will goes to plus VCC. And whenever it is minus, negative voltage, input voltage minus, then it will goes to minus VE. It will be like this. So it will be like this, minus VE. So whenever it is also known as zero crossing detector, whenever there is a crossing, but here ഇൻപുട്ടിൽ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ ഇൻപുട്ട് കൊടുത്ത കാരണം പോസിറ്റീവ് സൈക്കിളിൽ പ്ലസ് VCC ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. നെഗറ്റീവ് സൈക്കിൾ വന്നു കഴിയുമ്പോൾ മൈനസ് VE ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് മാത്രം. ഇവിടെ നേരെ തിരിച്ചാണ്, പോസിറ്റീവ് സൈക്കിളിൽ നെഗറ്റീവ് VCC ആയി. കാരണം എന്താണ്, നമ്മൾ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് സിഗ്നൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, ഈ സർക്യൂട്ടിനെ നമ്മൾ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്നാണ് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് നോൺ ഇൻവെർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടറാണ്, ഇത് ഇൻവെർട്ടിംഗ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടറാണ്. സോ ഈ കമ്പാരറ്റർ സർക്യൂട്ട് ഈസ് ഓൾസോ നോൺ ആസ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. ഓക്കെ, നമ്മളിത് പല ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാറുണ്ട്. എപ്പോഴൊക്കെ സീറോ ക്രോസിംഗ് ഇത് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ സ്ക്വയറിംഗ് സർക്യൂട്ട് അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പായിട്ടുള്ള സിഗ്നലിനെ സ്ക്വയർ വേവ് ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എപ്പോഴൊക്കെ സീറോയിന് ഒരു ഇറഗുലർ ഷേപ്പ് വേവ് ഫോം ആണെന്ന് വിചാരിക്കുക. ഇപ്പം ലെറ്റ് ഐ ഹാവ് a signal like this. ഇങ്ങനത്തെ ഒരു സിഗ്നലാണെന്ന് വിചാരിക്കുക എനിക്ക് ഇൻപുട്ടിലുള്ളത്. ഇറ്റ്സ് ആൻ ഇറഗുലർ ഷേപ്പ് ഇൻപുട്ട് വോൾട്ടേജ്. ആൻഡ് ഇതൊരു ഞാനൊരു കമ്പാരറ്റർ അല്ലെങ്കിൽ സീറോ ക്രോസിംഗ് ഡിറ്റക്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ്, ഇപ്പം ഒരു നോൺ ഇൻവെർട്ടിംഗ് ടൈപ്പ് ആണെങ്കിൽ ഐ വിൽ ഗെറ്റ് എ സിഗ്നൽ ലൈക്ക് ദിസ്. പെർഫെക്റ്റ് ആയിട്ടുള്ള സിഗ്നൽ കിട്ടും.
ഓക്കെ, ഇങ്ങനെയൊരു സിഗ്നലായിരിക്കും എനിക്ക് കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഒരു ഇറഗുലർ വേവ് ഷേപ്പിനെ റെഗുലർ വേവ് ഷേപ്പ് ആക്കാൻ, അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനായിട്ട് നമ്മൾ ഈ കമ്പാരറ്റർ സർക്യൂട്ട് ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ ഈ നോയ്സ് ഒക്കെ വരുന്ന ഒരു ടൈപ്പ് സിഗ്നലിനെ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലത്തെ ഷേപ്പിംഗ് നടത്താനായിട്ട് നമ്മൾ ഇതുപോലത്തെ സർക്യൂട്ട് ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ ആയല്ലോ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്? അപ്പോൾ നമ്മളിന്ന് ഫിൽട്ടർ സർക്യൂട്ടിനെ കുറിച്ചും കമ്പാരറ്റർ സർക്യൂട്ടൊക്കെ നമ്മൾ പ്രോബ്ലം വരുമ്പോൾ ഒത്തിരി ആപ്ലിക്കേഷൻ വരുന്ന സർക്യൂട്ടാണ് കമ്പാരറ്റർ അല്ലെങ്കിൽ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നെക്സ്റ്റ് ദിവസം നമുക്ക് ഇതിൻ്റെ ഫിൽറ്ററിങ് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസോടെ ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുക. ഓക്കെ.